it's me Ashwati. Welcome to ELT Vlogs. അപ്പോൾ കുറച്ച് നാളിന് ശേഷം നമ്മളൊരു വ്ളോഗ് ചെയ്യുവാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ബാംഗ്ലൂരാണുള്ളത്. അമ്മുവിൻ്റെ പ്ലേസിൽ. എവിടെ അമ്മുവിടെ പോയി? യെസ്, അമ്മു ആമി ഇതേ പിള്ളേരെല്ലാവരും ഞങ്ങളുടെ വണ്ടിയിലുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരുള്ള ബനേർഘട്ട സൂയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നാഷണൽ പാർക്ക്. അപ്പോൾ അവിടെ കുറേ ആനിമൽസും പിന്നെ കുറച്ച് ഇങ്ങനെ ഒരു പാർക്ക് പോലത്തേക്ക് ഒരു സംഭവമാണ്. ഇതുവരെ പോയിട്ടില്ല, അമ്മ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് അവിടെ ചെന്നിട്ടൊന്ന് കാണാം. എന്താ പറയാൻ പോയത്? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഓൺ ദ വേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പാർക്കിംഗ് ഫീ ഉണ്ട്, 50 rupees ആണ് നമ്മളുടെ കാറിന് വരുന്നത് കേട്ടോ. ഓക്കെയാ? എന്തോ ഓക്കെ. നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഭയങ്കര നല്ല തണുത്ത കാറ്റും, ഒട്ടും തന്നെ സൺലൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളിലേക്ക് ചെന്ന് കഴിയും തോറും ഈ മരത്തിൻ്റെ ഷെയ്ഡ്സൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ല അത്യാവശ്യം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഒരുപാട് ആനിമൽസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സഫാരി ഓപ്ഷൻ ഉണ്ട്, ബസ്, ജീപ്പ്, അങ്ങനെ 1-2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ്സാണ് ഓപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഉള്ളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടക്കുന്ന ആ ഒരു എൻട്രൻസും കാര്യങ്ങളും കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത് ആമിയുടെയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഒരു സൂ വിസിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് അതിൻ്റെ ആ ഒരു ബനേർഘട്ട നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു സംഭവമാണ്. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ ഫുൾ ഇങ്ങനെ ഫുഡ് കൗണ്ടേഴ്സാണ്, ഭയങ്കര ഓണാണ് കേട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തു. അത് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്യൂ നിന്നില്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളത് സ്കാൻ ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ബസ് സഫാരിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജുറാസിക് പാർക്കിലൊക്കെ പോകുന്ന പോലത്തെ നമുക്ക് ഗ്രില്ല് ചെയ്ത ബസ്സിൽ ഗ്രിൽഡെന്ന് സൈഡ് ഗ്രിൽസൊക്കെ അടിച്ച് ബസ്സിൽ നമുക്ക് പോകാൻ പറ്റും. പെർ ഹെഡ് 400 rupees ആണ് വന്നത് കേട്ടോ. അത് ബസ് പ്ലസ് സൂ കാണാനായിട്ടുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ ഒരു ട്രാവലറിൽ കയറിയതുണ്ടോ, സൈഡൊക്കെ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഒരു സൂ വിസിറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് എല്ലാ ആനിമൽസിനെ കാണാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. ഫുള്ളി ഒരു കംപ്ലീറ്റ് പക്ക ഒരു ഫോറസ്റ്റാണ്. നമ്മൾ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും അടിപൊളി ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി ലിറ്ററലി നമ്മൾ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതേ ഒരു ഫീല് കിട്ടും. പിന്നെ ബസ് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, AC ഉണ്ട്, നോൺ AC ഉണ്ട്. അപ്പോൾ AC വരുമ്പോഴത്തേക്കും 750 ആണ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളുടെ ആനകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ വലിയ ആനകളും കുഞ്ഞാനകളൊക്കെ സൈഡിലുണ്ട്. നമുക്ക് തൊട്ടടുത്താണ് കേട്ടോ കാണുന്നത്, ഇതൊന്നും ദൂരെയല്ല. ഞാനിപ്പോൾ ഗ്രില്ലിൽ കൂടി എടുക്കുക. പിന്നെ നമ്മളുടെ എന്താ പറയുക, പൂച്ചയൊക്കെ നടക്കുന്ന പോലെ അവിടെ കൂടി ലെപ്പേർഡ്സും ലയണൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ലയൺ അധികം മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല, അവരിങ്ങനെ ചുമ്മാ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുമായിരുന്നു. ലെപ്പേർഡ്സൊക്കെ അത്യാവശ്യം മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുണ്ടോ നമ്മളുടെ ലയണിൻ്റെ ഫീമെയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മെയിൽ ലയൺ ഉണ്ട് അവിടെ. അതൊക്കെ നമ്മളുടെ ബസ്സിൽ നിന്ന് തൊട്ട് സൈഡിലാണ് കേട്ടോ. ഇതൊക്കെ അത്രയും എന്താ പറയുക, നമ്മളൊന്നും എപ്പോഴും കാണുന്ന കാഴ്ചകളല്ലല്ലോ. എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ശരിക്കും നമ്മളിങ്ങനെ ആനിമൽസിനെയൊക്കെ കണ്ട് നമ്മളുടെ വീടിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുന്നല്ലേ. ഇതാണ് നമ്മളുടെ ബസ്സിൻ്റെ തൊട്ട് മുന്നിൽ കൂടെ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഉണ്ടെന്ന് അറിയില്ല പുലിയുടെ സൈസ്, പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കാല് തന്നെ നമ്മളുടെ ഒരു ടയറിൻ്റെ അത്രയും സൈസുണ്ട് ഒരു പുലിയുടെ കാല്. ഇതിനെയാണ് നമ്മൾ ശരിക്കും കണ്ടോട്ടത്. ഭയങ്കര ഒരു ബിഗായിട്ടുള്ളൊരു ടൈഗറായിരുന്നു. അപ്പോൾ ആ ടൈഗർ ഇങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ സൈഡിൽ, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് സൈഡിൽ കൂടിയാണ് ഈ പാസ് ചെയ്ത് പോകുന്നത്. ഇതെന്തോ സൗണ്ട് കേട്ടിട്ട് മരത്തിൻ്റെ മേളിലേക്കൊക്കെ ചാടാനുള്ളൊരു ഒരുക്കത്തിലായിരുന്നു കേട്ടോ. കണ്ടോ, എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. ഇത് കണ്ടോ, വൈറ്റ് ടൈഗറാണ് കേട്ടത്. ഇതൊക്കെ ഭയങ്കര കാമായിട്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ഒരു ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും. നമ്മളിന്ന് കണ്ടിട്ട് നോക്കണം കൂടി ഉണ്ടായിരുന്നില്ല, ഭയങ്കര ജാടയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു നമ്മൾ ഒരുപാട് ആനിമൽസിനെയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് സൂവിൽ നടന്ന് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് വേറെ ആനിമൽസില്ലേ, നമ്മളുടെ ആലിഗേറ്റേഴ്സ്, സീബ്ര, ജിറാഫ്, അതിനൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഈ ബഗ്ഗി ഓപ്റ്റ് ചെയ്തതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് നടക്കണ്ട, ടൈമും ലാഭിക്കാം. അതിൽ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും നിന്ന് നമ്മളെ കാണിച്ചു തരും. അതിന് എക്സ്ട്രാ ഒരു 100 rupees കൂടി പേ ചെയ്യണം എന്നുള്ളൂ. നമ്മൾ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ എല്ലാവരും ബാംഗ്ലൂർ വന്നാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സൂ ആണ്. കാരണം വേർത്താണ്. നമുക്ക് ഒരുപാട് ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ നാട്ടിലൊക്കെ പോലെ ഈ ഒരു കുറച്ച് പാമ്പും കുരങ്ങന്മാരും മാത്രമല്ല, ഒരുപാട് വൈൽഡ് ആനിമൽസ്. നമ്മൾ കരടീനെയൊക്കെ കണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാ ആലിഗേറ്റേഴ്സിൻ്റെ ഒരു പോണ്ടാണ്.
പിന്നെ ഇതാ ഒരുപാട് മങ്കീസ് ആസ് യൂഷ്വൽ ഒരുപാട് മങ്കീസ് ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആമി ഒരു പീക്കോക്കായിട്ട് എടുത്താണ്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ശരിക്കും യാത്രകൾ എപ്പോഴും നമ്മളുടെ ലൈഫിൽ എന്താ പറയുക ഭയങ്കര ഒരു ചേഞ്ചാണ്. അപ്പോൾ ലാസ്റ്റ് ഇതാ നമ്മൾ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് നമ്മുടെ അന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്ത്. അപ്പോൾ അത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് കരുതുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.